ഹലോ, അസ്സലാമലൈക്കും. അസമോള് നിങ്ങളെ വെൽക്കം ചെയ്യണം. ഇന്നൊരു ഞായറാഴ്ച ദിവസത്തെ വ്ളോഗാണ്. ഞങ്ങളിതാ പുറത്ത് പോയൊരു ദിവസത്തെ ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു ഞായറാഴ്ച. നമ്മൾ ഫുൾ പുറത്തായിരുന്നു അന്നത്തെ ദിവസം. മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചൊരു ദിവസമായിരുന്നു. നല്ല മഴ. നമ്മളിപ്പോൾ വേറെ എവിടെയും കറങ്ങാതെ നേരെ ഹൈലൈറ്റിലേക്കാണ് പോയിട്ടുള്ളത്. ഹൈലൈറ്റിലെത്തി നെസ്റ്റോയിൽ ഇഷ്ടം പോലെ ഓഫർ നടക്കുന്ന ടൈമായിരുന്നു. എൻ്റെ മോനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. റിവേഴ്സിലാണ് നമുക്ക് കയറുക, എന്നിട്ട് ചാടി 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 വരും. മുകളിലൊക്കെ പോകും, പക്ഷെ ആളുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. പിന്നെ ഇങ്ങനെ കുറേ നടന്ന് കളിച്ചു. ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര അടിപൊളി ഡേ ആണല്ലേ. നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ പറയണം. അങ്ങനെ മക്കൾക്ക് വേണ്ടി ഇതുപോലത്തെ ക്യൂട്ട് ഐറ്റംസ് എല്ലാം കണ്ടു. എനിക്ക് അപ്പോൾ അവിടെ കയറി ജസ്റ്റ് ഒന്ന് കാണണം. വാങ്ങുമൊന്നുമില്ല, ഭയങ്കര റേറ്റ് ആയിരിക്കും. പിന്നെ ഇതുപോലത്തെ കപ്സ് എൻ്റെ ഫേവറേറ്റാണ്. ഇത് മക്കൾക്ക് വേണ്ടിയിട്ട് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അവർ ഹൈലൈറ്റ് മോളെന്ന് പറയണത് തന്നെ അതിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നും അവർക്ക് വേണ്ട, അവർക്ക് ഇവിടെ കയറിയാൽ മതി. അപ്പോൾ ഹാപ്പിയായി. അപ്പോൾ നമ്മളും കുറച്ച് നേരം അവർക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കും. മോനിതാ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് ഫൈനലി സ്പൈഡർമാൻ്റെ മാതിരി നിന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പൈഡർ നൂഹ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ ഫൈനലി ചെയ്തിട്ടുണ്ട്. ഇറങ്ങാൻ പറഞ്ഞിട്ടൊന്നും ഇറങ്ങാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. ലാസ്റ്റ് ഏതായാലും ഇറങ്ങി. അവന് ഭയങ്കര സന്തോഷമായി അവനങ്ങനെ നിന്നതിൽ. എന്തായാലും സക്സസ്ഫുള്ളി നിന്നല്ല. പിന്നെ അവർക്ക് ട്രെയിനിലെല്ലാം കയറണമെന്ന് പറഞ്ഞപ്പോൾ അവർ ട്രെയിനിൻ്റെ കണ്ട സന്തോഷം കൊണ്ട് കളിക്കുന്നുണ്ടാവും. ഭയങ്കര ഹാപ്പിയാണ് അവൾ. നമുക്കത് കിട്ടിയാൽ മതി. പിന്നെ നെസ്റ്റോ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ഷോപ്പിംഗ് വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. ബാക്കി വീട്ടിലെത്തിയിട്ട് കാണിക്കേ. ഇപ്പോൾ ഇന്നലെ വാങ്ങിയ സാധനങ്ങളാണ്. ഇന്നലെ ഷോപ്പിംഗ് ഒന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ കാണിക്കാം എന്തെല്ലാം വാങ്ങിയെന്ന്. ആദ്യം തന്നെ നമ്മുടെ ജഗ് നാശമായിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ജഗ് കണ്ടപ്പോൾ ജഗ് വാങ്ങി. ഒരു ബാത്റൂമിലേക്കൊരു പാട്ട, സാധാ പാട്ട. പിന്നെ ഇപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തു. പിന്നെ എനിക്ക് കംഫർട്ട് നിർബന്ധമാണ്. വാഷിംഗ് മെഷീനിൽ ഒഴിച്ചു കൊടുക്കാൻ. അത് കംഫർട്ട് കിട്ടില്ല. അപ്പോൾ സോഫ്റ്റ് ടച്ച് പറഞ്ഞ് വേറൊരു ബ്രാൻഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ 2 ചെയിൻ. പിന്നെ അവിടെ പോയപ്പോൾ കുഞ്ഞ് തവ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. നമുക്ക് ഓംലേറ്റ് എല്ലാം അടിക്കാമല്ലോ. ഭയങ്കര ക്യൂട്ടായിട്ട്. ആവശ്യമില്ലാഞ്ഞിട്ട് കൂടി വാങ്ങിയതാണ്. പിന്നെ ഇവിടെ മീൻമാഗി നിർബന്ധമാണ്. മോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ചിയിലൊക്കെ കഴിക്കും. പിന്നെ കുറേ സാധനങ്ങൾക്ക് നല്ല ഓഫറുണ്ട് കേട്ടോ നെസ്റ്റോയിൽ കുറേ സാധനങ്ങൾക്ക് നല്ല ഓഫറുണ്ട്. പിന്നെ ഹാൻഡ് വാഷ് വാങ്ങിയിട്ടുണ്ട്. ഇത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഡെയിലി യൂസിങ്ങിനൊരു ഷാമ്പു വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് ചോക്ലേറ്റ് കാൻഡീസ് ഇതിലൊക്കെ കണ്ടിട്ടില്ല. കൊണ്ടേക്ക്. പിന്നെ എൻ്റെ വെള്ളപ്പച്ചട്ടി നാശമായിട്ടുണ്ടായിരുന്നു. ഒരു നല്ല വെള്ളപ്പച്ചട്ടി കുറച്ച് കൊടുത്ത് തട്ടിയാൽ വീണു. നല്ലൊരു വെള്ളപ്പച്ചട്ടി കണ്ടപ്പം ഇത് ഓഫറാട്ടോ. ഇതിന് ചെറിയ പൈസയുള്ളൂ. 200 രൂപയൊക്കെ ഉള്ളൂ. 200 രൂപയൊക്കെ ഉള്ളൂ. എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇതിങ്ങനെ ഒട്ടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്ന് വാങ്ങിക്കും. പിന്നെ എനിക്ക് 2 മക്കൾക്ക് 2 പ്ലേറ്റ്. ഇവർക്ക് എപ്പോഴും ഒരു പ്ലേറ്റിൽ കറി കൊടുത്ത് ഒരു പാത്രത്തിൽ കുഞ്ഞു പാത്രത്തിൽ കറിയും ഇവിടെ ഫുഡും അങ്ങനെയാണ് ഞാൻ വെച്ച് കൊടുക്കാറ്. അപ്പോൾ അതിന് പകരമായിട്ട് ഇനി ഇതിൽ കറി വെക്കാം. ഉണ്ടാച്ചാലിൽ വെച്ചിട്ട് 2 പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കും. പിന്നെ ഒരു ബെഡ്ഷീറ്റും. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. മോളുടെ സ്കൂളിൽ പരിപാടി. ഇപ്പോൾ അതായത് നോക്കിയപ്പോഴാണ് ഞാനൊരു സോപ്പും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഫീൽഡ്. ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഹോപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും വെൽക്കം. അസ്സലാമു അലൈക്കും.